വിദ്യാർത്ഥി സംഘടനകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് ക്യാമ്പസുകളിൽ നിന്ന് പലപ്പോഴും കഞ്ചാവിന്റെ കെട്ടുകൾ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ മയക്കുമരുന്നിന്റെ ബാഗുകൾ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവസാനം അതിന് സുരക്ഷയ്ക്കെത്തുന്നതാരാ? രാഷ്ട്രീയ മേലാളന്മാർ പലപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഈ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ ഒരു കാരണവശാലും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോളേജുകളിലേക്ക് അഡ്മിഷൻ വരുന്ന സമയത്ത് ഒരു നാർക്കോട്ടിക് ടെസ്റ്റ് നിർബന്ധമാക്കിയാൽ ഒരു പരിധിവരെ നമുക്ക് ഈ പ്രശ്നത്തെ പിടിച്ചു വെക്കാൻ കഴിയും. കോളേജിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ കേരളത്തിലെ അത് ഗവൺമെന്റ് കോളേജുകളാകട്ടെ സ്വകാര്യ കോളേജുകളാകട്ടെ എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടണമോ ആ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇത്ര കാലയളവിനുള്ളിൽ ലഹരി സാധനങ്ങൾ, മയക്കുമരുന്ന് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന കൃത്യമായ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വ്യവസ്ഥയാക്കി മാറ്റണം. അത് വിദ്യാലയങ്ങളിൽ മാത്രമല്ല, ജോലി എടുക്കുന്ന സ്ഥാപനങ്ങളിലുമൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതിൽ നിന്ന് പിറകോട്ട് നിൽക്കും. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒപ്പം കൊണ്ടുപോകണം. ഒന്ന്, ഇതുപോലെയുള്ള ബോധവൽക്കരണങ്ങൾ കൊണ്ടുപോകണം. അതോടൊപ്പം എൻഫോഴ്സ്മെന്റ് ഒപ്പം കൊണ്ടുപോകണം. അഥവാ നിയമ നടപടികൾ കൊണ്ടുപോകണം. ആ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഈ ലഹരിയെ നമുക്ക് പിടിച്ചു കെട്ടുവാൻ കഴിയുകയുള്ളൂ. ലഭ്യത കുറക്കണം.